അപ്പൊ ഗൈസ് നമ്മൾ മീൻ പിടിക്കാനാണ് പോണത്. വിനു ആണ് മീൻ പിടുത്തക്കാരൻ. വിനു ഏത് മീനെ പിടിക്കാൻ പോണ നമ്മള്? അപ്പൊ മക്കളെ ഡാനുവിന് പിടിക്കാറില്ല, എന്നാലും ചെറുതോള് വലിക്കുന്നുണ്ട്. അപ്പൊ നമ്മുടെ ആദ്യത്തെ വല ഫ്ലോപ്പ്. ഗൈസ് സൈംബാസി ഇവിടെ മീൻ പിടിക്കുന്നുണ്ട്. നമുക്ക് കുത്താനുള്ള മുളയാണ് വരുന്നത്. ചാകര കടപ്പുറത്ത്. കുറുക്കൻ അപ്പൊ കണ്ണപ്പൻ മീൻ റെഡിയാക്കാണ് ഗൈസ്. അടുത്തതായി ചിക്കൻ മാരിനേറ്റ് ചെയ്യാണ് ഗൈസ്. വെള്ളം ചോദിച്ചിട്ടുണ്ടായിരുന്നു ഗൈസ്. ഇതാണ് ഡാനു. ഡാനു മോതിരൊക്കെ ഊരി വീഴോ? മല്ലൊക്കെ പോണു ഗൈസ്. നമ്മൾ സാധനങ്ങളൊക്കെ ആയിട്ട് ചിക്കനൊക്കെ മാരിനേറ്റ് ചെയ്ത് കൈ പിടിച്ചിട്ടുണ്ട്. ഫുഡ് കുക്ക് ചെയ്ത് കഴിക്കാനായിട്ട് ഫിഷ് വറുത്ത് കഴിക്കും. ഏത് എന്തിനാ കല്യാണ രാമൻ? നമ്മുടെ സ്റ്റവും സാധനങ്ങളൊക്കെ വന്നിട്ടുണ്ട്. പിന്നെ നമ്മള് ഫുഡ് അടിക്കാൻ പോവാണ്. ഓ അഡ്ജസ്റ്റ് ചെയ്തോ ഇന്ന്. അപ്പൊ ഫുഡ് വെക്കാൻ പോവാണ്. സാധനങ്ങളൊക്കെ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. എല്ലാം ഞാൻ തന്നെ സ്വന്തമായിട്ട് അരിഞ്ഞിട്ടാണ് വെച്ചേക്കണത്. നമ്മൾ തിരി കൊളുത്താണ്. ഉരുളി എടുക്ക്. പിന്നെ വേണ്ട വേണ്ട, ആദ്യം ചിക്കൻ അടിക്കാം, അത് കഴിഞ്ഞിട്ട് ഫിഷ് വറക്കാം. ആ എടുക്ക്, ഒരെണ്ണ മതി. അപ്പൊ മുത്തുവാണ് നമ്മുടെ പാചകക്കാരൻ ഗൈസ്. നമ്മൾ ഗാർലിക്കും ചില്ലി ഇടാൻ പോവാണ്. വിനു തട്ടറും ഫോൺ വീണ്ടും കൂടി കയറ്റി എടുക്കറാ, ചേർത്തെടുക്ക. ഇളക്കി വിട് ഇളക്കി വിട്. അപ്പൊ സൈംബാസിയാണ് ഇളക്കുകാരൻ. അപ്പൊ മക്കളെ നമ്മളടുത്ത് സബോള ഇടാൻ പോവാണ്. അപ്പോൾ പറ്റൂല്ലോ. ഇളക്കാൻ ബെസ്റ്റാ, ഇളക്കാൻ ബാസിയാണ് ബെസ്റ്റ് ഗൈസ്. വീഡിയോ ഓൺ ആക്കറ. ബാസി 2.5 കിലോ ഇളക്കി പുറത്ത് കളഞ്ഞു ഗൈസ്. അത് എപ്പോഴും കിടന്ന് നടക്കണ്ട. മുട്ട കരിഞ്ഞു കൂട്ടാ മേടിച്ചിട്ടേ അവിടെ തള്ളു വന്നിട്ട് കരിഞ്ഞു പോയെ. നിന്റെ ഇളക്കിലല്ലേ ബാസി അത്. അതിന് പറഞ്ഞ അപ്പൊ നമ്മള് 1 മണിക്കൂറായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കുകയാണ്. നല്ലപോലെ വാടി കരിഞ്ഞോട്ടെ അത് കരിഞ്ഞോട്ടെ ചേട്ടൻ അരി അറിയില്ലേ ഗൈസ്. ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ആണ് അടുത്ത് നമ്മൾ ആഡ് ചെയ്യണത്. അപ്പൊ നോക്കിയിട്ട് അല്ലെങ്കിൽ ഫോൺ അതിൽ വീഴും.
ബാക്കി കരിയാൻ സാധ്യതയുണ്ട് നോക്കിയാൽ. ഇതെന്തിനാ ചൂടാൻ വേണ്ടി ചേർക്കുന്നത്? ഗായ്സ്, അപ്പൊ ക്യാമ്പ് ഫയർ ആണ് നമ്മൾ അടിച്ചുകൊണ്ടിരിക്കുന്നത്. മല്ലി ഇതാടുള്ളൂ കിളിപ്പാടും അരികിൽ വരും. മസാല ഇടല്ലോ. അടി പിടിക്കേണ്ട ഇളക്കിട്ട് അത് അടിയിലൊക്കെ പിടിച്ചു തുടങ്ങി. കോൺസെൻട്രേറ്റ്. അപ്പൊ നമ്മള് മസാല ഇട്ടുണ്ട് ഗൈസ്. ഇത് നമ്മളൊന്ന് മൂത്ത് വരുമ്പോഴേക്കും തക്കാളി ഇട്ട് ക്ലോസ് ചെയ്യും. അപ്പൊ നമ്മള് തക്കാളിയാണ് ഇട്ടേക്കണത്. നമ്മള് കുത്തി ഉടച്ചിട്ട് വേവിക്കാണ്. കിഴങ്ങ് നമ്മൾ ചെറുതാക്കി അരിഞ്ഞിട്ടുള്ളത്. അപ്പൊ ഉടഞ്ഞു പോകാനായിട്ടാണ്. വെള്ളം ഒഴിക്കാൻ പാടില്ല. ബാക്കി വെള്ളം ചിക്കന്റെ വെള്ളം ഇറങ്ങണം. അപ്പൊ നമ്മള് ചിക്കനാണ് അടുത്തത് തട്ടിയിട്ടുള്ളത്. അല്ലാണ്ട് സുഖം കൂടണ്ടല്ലോ കണ്ണ. വെള്ളം ചിക്കനിന്ന് ഇറങ്ങും. ചിക്കനിന്ന് ഇറങ്ങട്ടെ. അപ്പൊ ഗൈസ്, ചിക്കന്റെ ആ ഫ്ലേവർ ഒക്കെ അടിക്കുന്നുണ്ട് മൂക്കിലേക്ക്, പായലിക്കും. നമ്മൾ എന്തിട്ട് ഇടാൻ പോണത്? അപ്പൊ നമ്മുടെ സാധനം വേറായാ എന്ത് കഴിഞ്ഞു? 5 മിനിറ്റ്സിൽ സാധനം റെഡിയാവും. നമ്മള് റെഡിയാക്കും. ഗ്രേവി ഒക്കെ തിക്കാവുള്ളൂ. ബ്രെഡ് ഇതിൽ ആവിയേറ്റാണ്. നമ്മൾ ബ്രെഡ് സെറ്റ് ചെയ്തിട്ടുണ്ട് ആവി കയറ്റാനായിട്ട്. ചിക്കൻ്റെ ഒപ്പം ആവി കയറി കിട്ടും. കിട്ടില്ലാന്ന് പറഞ്ഞ ആള് കിട്ടിക്കുന്നു. പാമ്പിനുണ്ട് ഗൈസ്. ചാക്ക് പൊക്കിയേ. അപ്പൊ നമ്മള് മീൻ വറുത്തോണ്ടിരിക്കാണ്. അപ്പൊ നമ്മള് ചെറിയ ചെറിയ മീനുകൾ ഇട്ടോണ്ടിരിക്കാണ് ഗൈസ്. ചെറിയ മീനാണോ മക്കളെ? നമ്മളിത് വറുത്ത് കഴിഞ്ഞിട്ട് മീനൂന് കൊടുക്കാണ്ടാണ് തിന്നണത്. കാട്ടൂനെ തിന്നാൻ പോവുകയാണ്. കടൂന് കൊടുക്കാണ്ട് വരാലല്ലേ തിന്നെ. കടൂന് കൊടുക്കാണ്ട് നമ്മള് വരാല് തിന്നാൻ പോവാണ്. 65ന്റെ മസാല നമ്മൾ ചേർത്തിട്ടുള്ള ഏകദേശം ഒരു 2 മണിക്കൂർ മേലെയാണ് നമ്മളിത് മസാല ചേർത്തിട്ട്. സാധനം കളറാവാൻ വഴി ആദ്യം താൻ ആ ചേറി ഇറങ്ങിട്ട് കുളിച്ചിട്ട് വന്നിട്ട് അത് ഇളക്കി. ആദ്യം കൊണ്ടൊക്കെ ടിക്കറ്റ് മൈസൂർ ഞാൻ മുത്തുനിൽ തന്നെ നമ്മൾ കയറ്റി വിടാണ് മൈസൂര്. ബായ് ബായ്. മുത്തുവിന്റെ നാട്ടിൽ ആവശ്യമില്ലാന്നാണ് പറയണേ. എല്ലാരും എൻജോയ് ചെയ്യാ. അപ്പൊ ഏകദേശം നമ്മുടെ സാധനം ആയിണ്ടെന്ന് വിചാരിക്കണം. നമ്മള് തിന്ന് നോക്കിട്ട് ഫിഷ് നമ്മള് കുത്തുമ്പോ ഉടഞ്ഞു പോണ്ടെങ്കിൽ അതായിണ്ട് വെന്തുണ്ട്. നല്ല നാടൻ വരാല്. ചെറുനാടനല്ലോ. ഞാൻ നാളെ രാവിലെ പൊക്കോണ്ട്. മുത്ത് പോണേന്റെ സന്തോഷത്തില് മീൻ വറക്കണാണ്. പോണതിന്റെ സന്തോഷം കൊണ്ട് എല്ലാവർക്കും തീ ഒന്ന് കുറച്ചിട്ടാ. ഞാൻ തന്നെ തീയടാ. അപ്പൊ അവനെ കുറച്ചു നേരം മാറ്റി നിർത്തി ഉടഞ്ഞുടങ്ങിയത്. അപ്പൊ നമ്മുടെ ഫിഷ് വെന്തുണ്ട് ഗൈസ്. ഫിഷ് വെന്താലും ഇവനെ മാറ്റി നിർത്തിയില്ല നിങ്ങള്. അപ്പൊ നമ്മള് ആദ്യം വറുത്തെടുത്തതാണ് കഴിച്ചുകൊണ്ടിരിക്കുന്നത് മക്കളെ.
ഞാനോ എങ്ങനെയുണ്ട്? വേറെ മൂഡ്. ഏത് മൂട്? വാവ്. പൂണ്ടിട്ട് പിടിക്കുക വറക്ക. ഇവിടെ ചൂണ്ടിട്ട് പിടിക്കാൻ മസാല തേക്കിയ വറക്ക. ചൂണ്ടിട്ട് പിടിക്കാൻ മസാല തേക്കിയ വറക്ക. സിമ്പിൾ അല്ലേ? എവിടെ കിട്ടും ഈ വൈബ്? എവിടെ കിട്ടും? കറിവേപ്പില ഇട്ടെങ്കിൽ സൂപ്പറായനെ. വീട്ടിൽ നിന്ന് പൊട്ടിച്ചിട്ട് വരും. ചെലമ്പ് സാധനടാ, ചെലമ്പ് മീൻ. ഇതെങ്ങനെയുണ്ട്? സൂപ്പറായി. അത് എടുത്തിട്ട് കഴിക്കുക ഗൈസ്. ഉണ്ടാ പവർ സാധനം. ഏത് നമ്മുടെ നാടൻ ബ്രാല് ഇതൊക്കെ പരലൊക്കെ ഇവിടുന്ന് പിടിച്ച് നമ്മളവിടെ വറുത്ത് നമ്മളിവിടെ കഴിക്കണം. നമ്മൾ വളർത്തുന്നതല്ല, വെല്ലോറിന്റെയാണ്. നമ്മൾ പിടിക്കുക, വറക്ക, കഴിക്കാം. പിടിക്കുക, വറക്ക, കഴിക്കാം. കോഴി നമ്മൾ പിടിച്ചല്ലോ ഗൈസ്. കോഴി നമ്മൾ പിടിക്കുന്നിടത്ത് പോയി പറഞ്ഞ് പിടിപ്പിച്ച് കാശ് കൊടുത്ത് മേടിച്ചു. പറഞ്ഞ് പീഡിപ്പിച്ച ഭാഷ മിണ്ടി പറഞ്ഞ കഴിക്കട്ടാ. ഭാഷ അപ്പ പിടിച്ച പിടിയാ കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് ഷൈൻ ഭാഷ മിണ്ടി പറഞ്ഞ കഴിക്കണ. സെറ്റാക്കി എടുക്ക. ഇത് ചിക്കനും ബ്രെഡും കഴിക്കുക, പെപ്സി കുടിക്കാതെ ഇരുത്താ. അത് കഴിഞ്ഞിട്ട് വീണ്ടും കഴിക്കുക. അപ്പൊ നമ്മുടെ ഏതാണ്ട് കഴിയാറായിണ്ട് മക്കളെ. അവിടെ ടോർച്ച് അടിച്ച് പിടിച്ചിട്ടാ തിന്നണ ഗൈസ്. ഇപ്പൊ മീനൊക്കെ കഴിക്കാൻ ക്രെഡിറ്റ് ഫുള്ള് ഡാനുവിന്റെയാണ്. കാരണം ഡാനുവാണ് നമ്മളെ ഇങ്ങോട്ട് കൊണ്ടുവന്നേ. അപ്പുറത്തെ തലമളായിരുന്നു നമ്മള്. അപ്പൊ ഇപ്പുറത്തെ തലമയ്ക്ക് വന്നു. ഡാനുവിനെ എന്നിട്ട് പറയാനുള്ള എന്നപ്പോ എങ്ങനെയുണ്ട് താനം? ബോള് പോലെ പോവാണ്ടിരുന്നാ മതി. ഉരുളങ്ങാരടാ അരിഞ്ഞ് കാണാലോ.